ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുതുതായി റിലീസാകാൻ പോകുന്ന സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ചിന്ന ആസെ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് ചിന്ന ആസെ. ഇതിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 28-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഗാട്ടാ ഗുസ്തി 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ്. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി, രമ്യ കൃഷ്ണൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ഗാട്ടാ ഗുസ്തി 2. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ വരുന്ന ജൂലൈ 31-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നൂറുസ്വാമി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. വിജയ് ആൻ്റണി, ശ്വാസിക, ലിജോ മോൾ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു ഡ്രാമ ചിത്രമാണ് നൂറുസ്വാമി. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഈ ചിത്രം വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇതയം മുരളി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ്. അഥർവ, ഖയാതു ലോഹർ, പ്രീതി മുകുന്ദൻ, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രമാണ് ഇതയം മുരളി. ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഉയിർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. റോഷൻ മാത്യു, ബൈജു സന്തോഷ്, അതുല്യ ചന്ദ്ര എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച് പത്മകുമാർ സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയിർ. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി റൊമാൻറ്റിക് ചിത്രമാണ് കോക്ടെയിൽ 2. ഷാഹിദ് കപൂർ, രശ്മിക മന്ദാന, കൃതി സന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി ഒരു ഇംഗ്ലീഷ് സർവൈവൽ ത്രില്ലർ മൂവിയാണ്. ചുങ് എന്നാണ് ഈ സിനിമയുടെ പേര്. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ജൂലൈ മാസം 31-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു ആക്ഷൻ ഫാൻറ്റസി മൂവിയാണ് ദ ഒഡീസി. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ആമസോൺ പ്രൈം വീഡിയോയാണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 26-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു ഹിന്ദി അഡ്വഞ്ചർ കോമഡി ചിത്രമാണ് ധമാൽ 4. അജയ് ദേവ്ഗൺ, റിതീഷ് ദേശ്മുഖ്, ഇഷ ഗുപ്ത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 4-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി ഇമോഷണൽ റൊമാൻറ്റിക് ചിത്രമാണ് മെയിൻ വാപ്പസ് ആവൂങ്ക. നസറുദ്ദീൻ ഷാ, ഷർവാരി, ബെനിറ്റ, ഡാൻദ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച ഈ സിനിമ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് മാസം 7-ാം തീയതി മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.